ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് സൺഡേ ആണ്. സൺഡേ ആയിട്ട് എന്താ പരിപാടി എന്നല്ലേ, രാവിലെ തന്നെ ഞാൻ ഓർത്തു സ്കിന്നും ഹെയറും ഒക്കെ ഒന്ന് കെയർ ചെയ്താലോ എന്ന്. ആകെ ഈ ഒരു ദിവസമാണ് വീട്ടിൽ നിൽക്കുന്നത്. അപ്പൊ ഇന്ന് ആ വീഡിയോ ആണ്, അപ്പൊ നിങ്ങളെ കൂടെ കാണിക്കാന്ന് കരുതി എടുത്തതാണ്. ഞങ്ങളുടെ ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് രാവിലെ തുടങ്ങിയതാണ്, നല്ല മഴയാണ്. അപ്പൊ മഴയൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് ആദ്യം ഹെയറിനുള്ള കുറച്ച് പരിപാടിയൊക്കെ ചെയ്യാം. അത് ഇന്ന് ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാന്ന് ഓർത്തിട്ട് ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ ഉപയോഗിക്കുന്നത് കാച്ചിയ എണ്ണയാണ്. അത് ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒരു വിറ്റാമിൻ്റെ ടാബ്ലറ്റ് കൂടെ പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം തന്നെ ഞാൻ ഇട്ടിരുന്ന ഉടുപ്പൊക്കെ മാറ്റിയിട്ട് ഇതുപോലുള്ള പരീക്ഷണങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ബനിയൻ എടുത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമേ, ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നെന്നും പറഞ്ഞുകൊണ്ട് എണ്ണ അങ്ങ് തിളപ്പിച്ചൊന്നും എടുക്കരുത്. പാത്രത്തിന്റെ ചെറിയൊരു ചൂട് മാത്രം മതി ആ എണ്ണ. എന്നിട്ടൊരു 1-2 മിനിറ്റോളം നല്ലൊരു മസാജ് കൊടുക്കണം. ആഴ്ചയിൽ ഒരു തവണയൊക്കെ എണ്ണ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹോട്ട് ഓയിൽ മസാജ് ഒക്കെ ചെയ്താൽ നല്ലതാണ്. അപ്പൊ ഞാൻ മാത്രമല്ല ഇന്നത്തെ കെയറിംഗ് പരിപാടിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇതേ ചേട്ടായി ഉണ്ട് എന്റെ കൂട്ടത്തില്. ഞാൻ മാത്രമായിട്ട് ഇതൊക്കെ വീഡിയോയിൽ തേച്ച് കാണിച്ചെന്നാൽ ഓരോരുത്തർ ചോദിക്കും, ആമ്പിളാർക്കൊക്കെ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോന്ന്. ഒരു കുഴപ്പമില്ല. അതേ കണ്ടല്ലോ, ചേട്ടായി ഇത് തലയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. താരനും മുടികൊഴിച്ചിലും ഒക്കെ ഉള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് നല്ല റിസൾട്ട് കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഇതിന്റെ ഒരു വീഡിയോ നമ്മൾ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഹെയറിൽ എണ്ണയൊക്കെ പിടിക്കുന്ന ടൈം കൊണ്ട് നമുക്കൊരു ഫേസ് പാക്ക് കൂടെ തയ്യാറാക്കി എടുക്കാവേ. അതിനായിട്ട് 2 സ്പൂൺ മുൾട്ടാനി മിട്ടി, 1 സ്പൂൺ നീം പൗഡർ, 1 സ്പൂൺ തേൻ, 2-3 സ്പൂൺ പാല് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അങ്ങനെ ഇതേ പാക്ക് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ പറയാം, വെളുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, മുഖത്തെ ആ ഒരു കരിവാളിപ്പും സണ്ടാനും ഒക്കെ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള പാക്കൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഈ വീഡിയോയിൽ കാണുന്നത്ര കളറൊന്നും എനിക്കില്ല. അകത്ത് വെട്ടക്കുറവായതുകൊണ്ട് നമ്മൾ പുറത്ത് സിറ്റ് ഔട്ടിൽ നിന്നിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തോന്നുന്നതാണ്. നാളെ എന്നെ പുറത്ത് വെച്ച് കാണുമ്പോഴത്തേക്ക് ആരും ഓർക്കരുതല്ലോ വീഡിയോയിൽ കണ്ട ആളിതല്ലല്ലോ എന്ന്, അതുകൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെ ഞങ്ങൾ 2 പേരും മുഖത്തും കഴുത്തിലും ഒക്കെ ആയിട്ട് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് പാക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പൊ നമ്മുടെ എണ്ണയൊക്കെ തലയിൽ പിടിച്ച് പാക്കൊക്കെ ഉണങ്ങി വരുന്നത് വരെ നമുക്ക് നഖമൊക്കെ ക്ലീൻ ചെയ്ത് നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ 4 കളർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനിൽ ലാസ്റ്റ് ഞാൻ ഈ ഒരു കളറാണ് എടുത്തത്. അങ്ങനെ നഖമൊക്കെ എനിക്ക് നെയിൽ പോളിഷ് ഇടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ പാക്കൊക്കെ ഉണങ്ങി എണ്ണയൊക്കെ നന്നായിട്ട് തലയിൽ പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഞാൻ കുളിക്കാനായിട്ട് പോവുകയാണ്. ഈ ഒരു ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത്. താറിനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഷാമ്പു ആണ്. പേര് വേണ്ടവർ പറഞ്ഞാൽ മതിയേ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. മുഖത്ത് നല്ലൊരു ഫ്രഷ്നെസ്സും ഒരു സോഫ്റ്റ്നെസ്സും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഓർത്ത് പുറത്ത് നല്ല മഴയും തണുപ്പൊക്കെയാണ്, അപ്പൊ എനിക്ക് അലർജി ഒക്കെ ഉള്ളത് കൊണ്ട് തല ഇങ്ങനെ വെച്ചോണ്ടിരിക്കണ്ട, ഡ്രയർ വെച്ച് ചെറുതായിട്ടൊന്ന് മുടിയൊക്കെ ഒന്ന് ഉണക്കി എടുക്കാന്ന് കരുതി. എപ്പോഴും നീ ഡ്രയർ യൂസ് ചെയ്യാറില്ല. ഇപ്പൊ ഈ തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് തുമ്മല് എന്നെ തേടി വരും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ മുടിയൊക്കെ ഒന്ന് ഉണക്കി എടുത്തതിന് ശേഷം ഇതുപോലെ വലിയ പല്ലുള്ള ഒരു ചീപ്പ് ഉപയോഗിച്ചിട്ട് ഹെയർ ഒക്കെ ഒന്ന് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതും കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി നമ്മുടെ റോസ്മേരി വാട്ടർ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ റോസ്മേരിയുടെ ഒരു സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റോസ്മേരി വാട്ടർ ഉണ്ടാക്കുന്ന രീതിയുടെ ഒരു വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് കണ്ടു നോക്കണേ. അങ്ങനെ കുളിയും ഫേസ് പാക്ക് ഇടലൊക്കെ കഴിഞ്ഞിട്ട് കൈ കിട്ടിയൊരു സ്പ്രേയും കൂടെ എടുത്ത് അവിടെ ഇവിടെയൊക്കെ അടിച്ചപ്പോഴത്തേക്ക് അങ്ങനെ നമ്മുടെ കെയറിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞ് എന്തോ ഒരു യുദ്ധം കഴിഞ്ഞ ഫീൽ ഉണ്ട്. അപ്പൊ അത്രയുള്ളൂ. നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.